നമസ്കാരം. ഇന്നത്തെ കാഴ്ചകൾ ആൻഷ്യൻ സിറ്റിയുടേതാണ്. ബാങ്കോക്കിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ആൻഷ്യൻ സിറ്റി. ആൻഷ്യൻ സിറ്റി ഏകദേശം 300 ഏക്കർ വിസ്തൃതിയിലാണ് ഉള്ളത്. ഒരു മ്യൂസിയം എന്ന് പറയാം. മ്യൂസിയം എന്ന് മാത്രമല്ല, ഒരു റീക്രിയേഷനാണ്. പഴയകാല അല്ലെങ്കിൽ പൗരാണിക നിർമ്മിതികളുടെയൊക്കെ പുനർനിർമ്മിതിയാണെന്ന് വേണം പറയാൻ. സാങ്ച്വറി ഓഫ് ട്രൂത്ത് നിർമ്മിച്ച ലേക്ക് ഫെരിയപ്പൻ തന്നെയാണ് ഈ ആൻഷ്യൻ സിറ്റി നിർമ്മിച്ചത്. 1963 ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആൻഷ്യൻ സിറ്റിയുടെ പ്രവൃത്തി സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് ഇത് ഓപ്പൺ ആവും. വൈകുന്നേരം 7 മണി വരെ, അതായത് രാത്രി 7 മണി വരെ ഇത് ഓപ്പൺ ആണ്. മുതിർന്നവർക്ക് 700 ബാത്താണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 350 ബാത്ത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാർ എടുക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിക് കാർ എടുക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. അതുപോലെ തന്നെ അവിടെ സൈക്കിളും സ്കൂട്ടറും ഒക്കെ കിട്ടാനുണ്ട്, അതുപോലെ ടുക്ക് കിട്ടാനുണ്ട്. എങ്കിൽ തന്നെയും കാർ എടുക്കുന്നതായിരിക്കും നന്നാവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി നടന്ന് കാണാനൊക്കെ സൗകര്യം കാർ തന്നെയാണ്. ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കാർ തന്നെയാണ് സെലക്ട് ചെയ്തത്. 1 മണിക്കൂർ 500 രൂപ, 500 ബാത്ത്. ടിക്കറ്റിനോടൊപ്പം തന്നെ നമുക്ക് ആൻഷ്യൻ സിറ്റിയുടെ മാപ്പ് കൂടെ തരും. ആ മാപ്പ് തന്നെ നമുക്കൊരു ഏകദേശം പ്ലാൻ ചെയ്യാനുള്ള ഐഡിയ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ. ഞങ്ങൾ ആദ്യമായിട്ട് ചെന്നത് ഒരു തായ്ലാൻഡിൻ്റെ പഴയ ഗ്രാമം കാണാനായിട്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏകദേശം നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ തന്നെ, നമ്മുടെ ഒരു നാട്ടിലെ കവലയൊക്കെ പോലെ തന്നെയാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു ബാർബർ ഷോപ്പ്, ഒരു ചായക്കട, പിന്നെ പലചരക്ക് കടകൾ, അങ്ങനെ പല പല സാധനങ്ങൾ, തുണിക്കടകൾ, അങ്ങനെ പല തരത്തിലുള്ള കടകളുടെയൊക്കെ ഒരു കവല, അതുപോലുള്ളൊരു സംഭവമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടപ്പോൾ വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു കവല പോലെ തന്നെയാണ് ഇത് തോന്നുന്നത്. അതുപോലെ തന്നെ ആൻഷ്യൻ സിറ്റിയിൽ ഈ 300 ഏക്കർ ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കാർ ഓടിക്കുന്നത് ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. ജിഷ്ണ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മിക്കവാറും കാഴ്ചകളെല്ലാം ഈ ഇലക്ട്രിക് കാറിൽ ഇരുന്നിട്ടാണ് കണ്ടത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദിവസം കണ്ടാൽ തീരാത്തത്രത്തോളം കാഴ്ചകളുണ്ട്. പല പല ഗ്രാമങ്ങളും അതേപടി തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ആ ഗ്രാമങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു രൂപമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ രാമോജിറാവ് ഫിലിം സിറ്റിയൊക്കെ പോലെ വലിയൊരു ഫിലിം സിറ്റിയിലെ പല ഭാഗങ്ങളും ഒരു ചുമരിലപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. ഇതങ്ങനെയല്ല, പൂർണ്ണമായിട്ടും ആ തദ്രൂപത്തിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അത് അകത്ത് കയറി കാണാവുന്നതാണ്. വീടുകളും ഈ സ്കൂളുകളും അങ്ങനെയുള്ള പല സാധനങ്ങളും അതുപോലെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് മുഴുവനായിട്ട് കാണാനും കഴിയും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ആൻഷ്യൻ സിറ്റി കണ്ടു കഴിയുമ്പോൾ നമ്മൾ തായ്ലാൻഡ് മുഴുവനായിട്ട് കണ്ട പോലെ ഒരു പ്രതീതിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഗ്രാമങ്ങളും അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഏകദേശം തായ്ലാൻഡിൻ്റെ ഒരു പരിച്ഛേദം എന്ന് വേണം പറയാൻ, പല കാലഘട്ടങ്ങളുടെ പരിച്ഛേദം എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ബുദ്ധമതത്തിന് ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഇവിടുത്തെ പല കാഴ്ചകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ കാഴ്ചകളിൽ പല തരത്തിൽപ്പെട്ട കാഴ്ചകളുണ്ട്. കൊട്ടാരങ്ങളും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ വസതിയും ഗുരുകുലങ്ങളും അതുപോലെ ആയോധനകല പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളും, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ പ്രധാന നിർമ്മിതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജകൊട്ടാരം, അതായത് സാൻഫോർട്ട് പ്രസാദ് എന്നുള്ളൊരു കൊട്ടാരത്തിൻ്റെ പുനർനിർമ്മിതിയുണ്ട്. അതുപോലെ വാട്ട് മഹത് എന്നുള്ളൊരു പ്രാർത്ഥന കേന്ദ്രത്തിൻ്റെ പുനർനിർമ്മിതിയുണ്ട്. അതുപോലെ പ്രസാദ് പ്ര വിഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള കംബോഡിയൻ അതിർത്തിയിലുള്ള ഒരു ഇതാണ്. അത് ഖൊമർ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ഇവിടെയുള്ളത്. അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അതുപോലെ എൻലൈറ്റ്മെൻറ്റ് ഓഫ് ബുദ്ധൻ്റെ എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള കുറേ ശില്പങ്ങളോട് കൂടിയ എൻലൈറ്റ്മെൻറ്റ് ഓഫ് ബുദ്ധയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. 2023 ആൻഷ്യൻ സിറ്റി നിർമ്മിച്ചിട്ട് 60 വർഷമായി. അതിൻ്റെ ആഘോഷ പരിപാടികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കമാനങ്ങളിലും അതുപോലെ ഗേറ്റുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ബാങ്കോക്കിൽ നിന്ന് കാറിലാണ് വരികയാണെങ്കിൽ ഏകദേശം 45 മിനിറ്റ് എടുക്കും ഇവിടെ എത്താനായിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് സമുദ് പ്രകാൻ എന്നാണ് പേര്. ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ ഏകദേശം 45 മിനിറ്റോളം എടുക്കും കാറിൽ വരികയാണെങ്കിൽ. ആൻഷ്യൻ സിറ്റിയിലെ കാഴ്ചകൾ പോലെ തന്നെ എന്നെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്, ഓഡിയോ ഗൈഡ്. ഓരോ ചരിത്ര നിർമ്മിതിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ തന്നെ ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് അത് ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് ഇംഗ്ലീഷിൽ ഈ കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം, ഇതിൻ്റെ കുറിച്ച് വിശദീകരിക്കാൻ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മിതികളും 1:1 റേഷ്യോയിലൊന്നുമല്ല. എങ്കിൽ തന്നെയും കാഴ്ചയിൽ യാതൊരു വ്യത്യാസവും തോന്നാത്ത വിധത്തിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്.
ഈ ബുദ്ധക്ഷേത്രത്തിൻ്റെ പിറകിലായിട്ട് കാണുന്ന ഈ നിർമ്മിതികളെല്ലാം ഏതോ പുരാതന കാലത്ത് നിർമ്മിച്ചതും അതിൻ്റെ അവശേഷിപ്പുകളൊക്കെയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയൊന്നുമല്ല. അത് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് പഴയ കാലത്തെ ഓർമ്മയുണ്ടാക്കുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ തകർന്ന് നിൽക്കുന്ന ഈ ബിൽഡിങ്ങുകൾ അയുത്തായ നഗരത്തിൻ്റെ ശേഷിപ്പുകളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തായ്ലൻഡിൻ്റെ രണ്ടാമത്തെ ക്യാപിറ്റലായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് അയുത്തായ. ആൻഷ്യൻ സിറ്റി കാണാൻ വരുമ്പോൾ സന്ദർശകർ പ്രത്യേകം കരുതേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബാറ്ററി ഉള്ള ക്യാമറ, രണ്ടാമത് എടുക്കേണ്ടത് ഒരു കുപ്പി വെള്ളം അത്യാവശ്യമാണ്. നല്ല ചൂടുള്ള സ്ഥലമാണ്. അതുപോലെ ഒരു ക്യാപ്പും വളരെ വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നി. ആൻഷ്യൻ സിറ്റിക്കകത്ത് അമ്പലങ്ങളുടെ നിർമ്മിതി എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആൻഷ്യൻ സിറ്റിയുടെ അകത്ത് ഡ്രസ് കോഡൊന്നുമില്ല. ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടിട്ട് ആൻഷ്യൻ സിറ്റി കാഴ്ചകളെല്ലാം കാണാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കിടക്കുമ്പോൾ ചില അമ്പലങ്ങളുടെ അകത്തോട്ട് കിടക്കണമെങ്കിൽ അവർ പ്രത്യേകം ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വേണം ഇടാൻ. 20 ബാത്താണ് ആ ഡ്രസ്സ് വാങ്ങിച്ചിടാനുള്ള കോസ്റ്റ്. എണ്ണി പറയുകയാണെങ്കിൽ ഇവിടെ 116 മോണുമെൻറ്റ്സ് ഉണ്ട്. മാപ്പ് നോക്കി പറയുകയാണെങ്കിൽ 116 മോണുമെൻറ്റ്സ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കാണുക എന്നുള്ളതും അതിൻ്റെയൊക്കെ അകവശം പൂർണ്ണമായിട്ടും നടന്ന് കാണുക എന്നുള്ളതൊക്കെ സത്യത്തിൽ സാധിക്കാത്ത കാര്യമാണ്. അതിന് മാത്രം വലുപ്പമുണ്ട് ഈ സ്ഥലം. ആൻഷ്യൻ സിറ്റിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ബൈക്കും കാറും അല്ലാതെ മറ്റൊരു കാര്യമുള്ളത് സൈക്കിളുണ്ട്. സൈക്കിൾ ഫ്രീ ആണ് കേട്ടോ. അതുകൂടാതെ ഉള്ളത് ട്രാമാണ്. ട്രാമിന് മൊത്തത്തിൽ 4 സ്റ്റേഷനാണ് ഉള്ളത്. ഓരോ സ്റ്റേഷനിൽ, അത് പ്രധാനപ്പെട്ട 4 സ്റ്റേഷനിൽ ഇത് നിർത്തും. ആ 4 സ്റ്റേഷനിൽ 1 മണിക്കൂർ അനുവദിക്കും. ആ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിന് പരിസരത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു വരിക എന്നുള്ള രീതിയിലാണ് അവരത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ ആൻഷ്യൻ സിറ്റിയിലേക്ക് വരാനുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ കഴിയും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ പൈസ കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ക്ലൂക്ക് മറ്റേ പേരുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ 100 തായ് ബാത്ത് കുറവുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ബിൽഡിങ്ങുകളൊക്കെ വരുന്ന തരത്തിലുള്ള സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനുള്ള തരത്തിൽ അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതും വളരെ പ്രയോജനമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള കാഴ്ചകളിൽ ഗ്രാൻഡ് പാലസും കൊട്ടാരങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ പഴകിയ അല്ലെങ്കിൽ പഴയ കാലത്തിൻ്റെ ശേഷിപ്പായിട്ട് തോന്നുന്ന വിധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബിൽഡിംഗ് ഉണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളുടെ ബാക്കി ഭാഗങ്ങളൊക്കെ അത് പക്ഷെ ഭയങ്കര ഭംഗിയായിട്ട് റിയലായിട്ട് പഴയ ഏതോ കാലത്തിൻ്റെ ശേഷിപ്പാണെന്ന് തോന്നുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാർഡൻ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഷ്യൻ സിറ്റിയിലെ ഈ പൂന്തോട്ടങ്ങളും പരിസര പ്രദേശങ്ങളും ഒക്കെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് വൃത്തിയുടെ കാര്യത്തിൽ സൂപ്പറാണ്. അതുപോലെ മറ്റൊരു കാര്യം, ആൻഷ്യൻ സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത് 4 മേഖലകളായിട്ട് തിരിച്ചിട്ടാണ്. തായ്ലൻഡിൻ്റെ വടക്കൻ മേഖല, കിഴക്കൻ മേഖല, തെക്കൻ മേഖല, പിന്നെ മധ്യ മേഖലയായിട്ടാണ് കണക്കാക്കിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ആ പ്രദേശങ്ങളിലുള്ള കാഴ്ചകളാണ് ഓരോരോ മേഖലയിലായിട്ട് വ്യാപരിച്ച് കിടക്കുന്നത്. എല്ലാവരെയും പോലെ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്കും ഉണ്ടായി. അപ്പോൾ ചുമ്മാ ഞാനിതിൻ്റെ എത്രയാണ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവുകയെന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ബില്യൺ മുതൽ 6.4 മില്യൺ വരെയാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഓപ്പറേഷണൽ ആൻഡ് ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് 220 മില്യണാണ്. ഈ ചിലവുകളുടെ എസ്റ്റിമേറ്റ് 1960-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചിലവ് നോക്കുകയാണെങ്കിൽ അതിൽ എത്രയോ ഇരട്ടിയായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം 60 വർഷമായതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ആഘോഷ പരിപാടികളിൽ തായ്ലൻഡിലുള്ള മുഴുവൻ ഉത്സവങ്ങളും അവർ റീക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ആൻഷ്യൻ സിറ്റി ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലമുണ്ടല്ലോ, 1893 ഫ്രഞ്ച് യുദ്ധം നടന്ന സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, 1972 ഇത് ആൻഷ്യൻ സിറ്റി ഉദ്ഘാടനം ചെയ്യുന്നത് രമ നാലാമനും അതുപോലെ ക്യൂൻ എലിസബത്തും ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്.
ആൻഷ്യൻ സിറ്റിയോട് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് സുവർണ്ണഭൂമി എയർപോർട്ടാണ്. സുവർണ്ണഭൂമി എയർപോർട്ടിലേക്ക് 45 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഏകദേശം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാണ് മാക്സിമം എടുക്കുക ഒരു കാറിൽ വരുവാണെങ്കിൽ. അതുപോലെ ബാങ്കോക്കിൽ നിന്ന് വരികയാണെങ്കിൽ ട്രെയിൻ അവൈലബിൾ ആണ്. BDS ട്രെയിനാണ് അവൈലബിൾ. അത് കെൻ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് ചെറിയൊരു ടാക്സി പിടിച്ചാൽ ഇവിടെ എത്താൻ കഴിയും. അതുപോലെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കനാലുകളിൽ ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല. യഥാർത്ഥത്തിൽ ബോട്ടിംഗ് ഉണ്ടെന്നാണ് അവിടെ പല ഭാഗങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് തായ്ലൻഡിലെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തരത്തിലുള്ള ബോട്ടിംഗ് സർവീസ് അവിടെ അവൈലബിൾ ആണ്. ഈ യാത്രയിലുടനീളം കനാലുകളിലെല്ലാം ബോട്ട് നിൽക്കുന്ന പോലെ കുറേ വഞ്ചികളും ചുണ്ടൻ വെള്ളം പോലെയുള്ള കുറേ തോണികളും നിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് കൂടാതെ ബോട്ടിംഗ് സർവീസ് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ 4 പേരും ആൻഷ്യൻ സിറ്റിയിലെ മാക്സിമം കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചു. എങ്കിൽ തന്നെയും പകുതിയിലധികം കാഴ്ചകൾ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഷ്യൻ സിറ്റി കാണാൻ പോകുന്ന ദിവസം ആൻഷ്യൻ സിറ്റി മാത്രം പ്ലാൻ ചെയ്തുകൊണ്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ആൻഷ്യൻ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു 4 മണി വരെ 5 മണി വരെയൊക്കെ കാണാനുള്ള കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട്. അതിനുശേഷം വൈകുന്നേരമോ നൈറ്റോ ഒരു പർച്ചേസും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം പൂർണ്ണമായിട്ടും ആൻഷ്യൻ സിറ്റിയിലേക്ക് ചെലവഴിക്കുന്ന പോലെ കരുതി ചെന്നാലേ മാക്സിമം കാഴ്ചകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലാത്തപക്ഷം പകുതിയിലധികം സ്ഥലങ്ങളിൽ നമുക്ക് പുറമെ നിന്ന് കാണൽ മാത്രമേ നടക്കുള്ളൂ. അതിൻ്റെ അകത്ത് കയറാനോ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിയില്ല. ഈ ആൻഷ്യൻ സിറ്റിയിലുള്ള കനാല് മുഴുവനായിട്ടുള്ള എല്ലാ മോണുമെൻറ്റ്സിൻ്റെ അടുത്തുകൂടെയാണ് ഈ കനാല് പോകുന്നത്. അതുകൊണ്ട് തന്നെ കനാലിലൂടെയുള്ള ബോട്ട് യാത്ര ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും എല്ലാ മോണുമെൻറ്റ്സും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് ഞങ്ങൾക്ക് എന്തായാലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഒന്നും കൂടെ ആൻഷ്യൻ സിറ്റി കാണാൻ ചെല്ലുകയാണെങ്കിൽ ആൻഷ്യൻ സിറ്റിയിലെ കാഴ്ചകൾ ഇതിനേക്കാൾ അധികമാവാൻ തന്നെയാണ് സാധ്യത. വളരെ വളരെ വിശാലമായിട്ടുള്ള ഏരിയയിൽ ഒരു ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടാതെ പുതിയതായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നുമുണ്ട്. ആൻഷ്യൻ സിറ്റിയുടെ അകത്ത് ഒരുപാടധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് ഇനി വരുന്ന കാഴ്ചക്കാർക്ക് ഇതിലും അധികം കാഴ്ചകളായിരിക്കും ആൻഷ്യൻ സിറ്റി നൽകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ആൻഷ്യൻ സിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള പല ബുദ്ധക്ഷേത്രങ്ങളും ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ ആളുകൾ ആരാധനയ്ക്കായിട്ടും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധവിഹാരത്തിലോ ബുദ്ധൻ്റെ ക്ഷേത്രത്തിലോ അകത്തോട്ട് കിടക്കണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഡ്രസ് കോഡ് ആവശ്യമാണ്. ആൻഷ്യൻ സിറ്റിയുടെ വീഡിയോ ഈ തായ്ലൻഡ് യാത്രയിലെ അവസാനത്തെ വീഡിയോ ആണ്. ഈ യാത്രയിൽ ഞങ്ങൾ 4 പേരും മാക്സിമം ആൻഷ്യൻ സിറ്റി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇനിയും ബാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ ഞങ്ങൾ അമ്പരപ്പിച്ച പല കാഴ്ചകളും ഇവിടെയുണ്ട്. ഈ യാത്രയിൽ ഞങ്ങൾ ആൻഷ്യൻ സിറ്റി കാണാനായിട്ട് മാറ്റിവെച്ച സമയം നേരത്തെ തന്നെ അതിക്രമിച്ചു. എങ്കിൽ തന്നെയും ആൻഷ്യൻ സിറ്റി ഓടി നടന്ന് എല്ലാം കാണാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിലാണ് ആൻഷ്യൻ സിറ്റിയിലെ റൂട്ട് മാപ്പിൽ നിന്ന് മാറി ഞങ്ങളൊരു തെറ്റായ വഴിയിലൂടെ പോകുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ പോകുന്ന യാത്രയിൽ ഒരു പരിസര പ്രദേശത്തായിട്ട് ഒരു മലയുള്ളതുമായിട്ട് തോന്നി. അതൊരു മലയാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു മലയായിട്ടാണ് ഞങ്ങൾ കരുതിയത്. എങ്കിൽ തന്നെ കുറച്ച് ദൂരം മുമ്പോട്ട് കിടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ മലയിനിടയിൽ ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിനകത്തോട്ട് നോക്കുമ്പോഴാണ് ഒരു പില്ലർ സ്ട്രക്ചറൊക്കെ കാണുന്നത്. യഥാർത്ഥത്തിൽ അതൊരു മലയായിരുന്നില്ല. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മലയാണ്. ഇനി വരാൻ പോകുന്ന കാലത്തിൽ അതിൻ്റെ മുകളിൽ പുതിയ കാഴ്ചകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.